എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്നത്തെ നുണത്തളത്തിലേക്ക് സഹൃദയം സവിനയം സ്വാഗതം. എന്തായാലും ഇന്ന് നമുക്ക് 4-5 പ്രിയപ്പെട്ട ചേച്ചിമാരിവിടെ അണിനിരന്നിട്ടുണ്ട് നമ്മളുമായിട്ട് സംവദിക്കാൻ. നമുക്കറിയാം, സൗന്ദര്യ പിണക്കങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ലൈഫിൽ നമുക്കറിയാം അത് സർവ്വസാധാരണമാണ്, അത് സ്വാഭാവികവുമാണ്. ഇവിടെ ഈ സൗന്ദര്യ പിണക്കത്തിന് ശേഷം നമ്മുടെ ചേച്ചിമാരുടെ ഭർത്താക്കന്മാർ അവരുമായിട്ട് പിണക്കം തീർക്കാൻ വേണ്ടി രണ്ടാമത് വരികയാണ്. ഇവരെങ്ങനെയായിരിക്കും സൗന്ദര്യ പിണക്കം തീർക്കുന്നതിന് വേണ്ടി ഭർത്താക്കന്മാരുമായിട്ട് സംവദിക്കുന്നത്? അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ റെഡിയാണേ? ശരി, അപ്പോൾ നമുക്കത് ആരംഭിക്കാം. നമുക്ക് അവരെ പരിചയപ്പെടാം. ഇവിടെയോ? ഗാഥ. ഗാഥ. ഇത് മോന്റെ പേരെങ്ങനെ? രാമു. രാമു. രാമു എന്തൊക്കെ അങ്ങനെ പേരിടാൻ? അങ്ങനെ പേരിട്ടു. എത്ര വയസ്സായി മോന്? 1.5 വയസ്സ്. 1.5 വയസ്സ്. ഇവിടെയോ? കാസിം ബീവി. കാസിം ബീവി. ഇവിടെ മോളുടെ പേര്? എയ്മി സെബാസ്റ്റ്യൻ. എന്റെ എയ്മി സെബാസ്റ്റ്യൻ. എയ്മി സെബാസ്റ്റ്യൻ അല്ലേ? എന്തിനു പഠിക്കുന്നു? 11th പഠിക്കുന്നു. അതല്ല, എന്തിനാ പഠിക്കുന്നേ? ഇവിടെ സാലി. സാലി. താര. താര. ശോഭ. ശോഭ. അപ്പോൾ ഇത്രയും പേരാണ് നമ്മുടെ ഇന്നത്തെ താരങ്ങൾ. ഇന്ന് നമ്മൾ തമ്മിൽ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം, നിങ്ങളുമായിട്ട് ഭയങ്കര പ്രശ്നക്കാരനായിട്ടുള്ളൊരു ശല്യക്കാരനുണ്ട്. നിങ്ങളുടെ ഭയങ്കര പ്രശ്നക്കാരനാണ് ഞാനാണെന്ന് വയ്ക്കുക. ഞാൻ നിങ്ങളെ വല്ലാതെ ശല്യം ചെയ്യാം. നിങ്ങൾ എങ്ങനെയായിരിക്കും എന്നെ കാണുമ്പോൾ പ്രതികരിക്കുക? നിങ്ങളാണെങ്കിൽ എന്നെ കൈ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങൾ എന്തൊക്കെ ചെയ്യും? ഈ സൗന്ദര്യ പിണക്കത്തിന് ശേഷം നമ്മുടെ ചേച്ചിമാരുടെ ഭർത്താക്കന്മാർ അവരുമായിട്ട് പിണക്കം തീർക്കാൻ വേണ്ടി രണ്ടാമത് വരികയാണ്. ഇവരെങ്ങനെയായിരിക്കും സൗന്ദര്യ പിണക്കം തീർക്കുന്നതിന് വേണ്ടി ഭർത്താക്കന്മാരുമായിട്ട് സംവദിക്കുന്നത്? കൈ കിട്ടിക്കഴിഞ്ഞാൽ പല്ലും നഖവും ഉപയോഗിച്ച് കീറി മുറിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? തിന്നുവോ? തിന്നാൻ പറ്റൂലല്ലോ. തിന്നാൻ പറ്റൂലല്ലോ. ഇങ്ങനെ ആയിപ്പോയില്ലേ, എന്ത് ചെയ്യാൻ പറ്റും? സഹിച്ചല്ലേ പറ്റൂ. സഹിച്ചേ പറ്റൂ. പിന്നെ വേറെന്തൊക്കെ ചെയ്യും? വേറെ ഞാൻ വന്ന് ആകെ പ്രശ്നം ഉണ്ടാക്കുകയാണ്. ആകെ പ്രശ്നം ഉണ്ടാക്കി എന്ത് ചെയ്യും? ആകെ പ്രശ്നം ഉണ്ടാക്കിയ ഞാനും ചവിട്ടും. ചെരുപ്പൂരി അടിക്കുവോ? മാക്സിമം നോക്കും. മാക്സിമം സഹിച്ചും ക്ഷമിച്ചൊക്കെ ഇരിക്കും. പറ്റിയില്ല ചെരുപ്പൂരി അടിക്കുക. അതിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അല്ലേ? ഇവിടെ മോളാണെങ്കിലോ? ഞാൻ ഒറ്റ അടിയിൽ വീണ് കിടന്ന് ഉറങ്ങിക്കൊള്ളാം. വേറെ ഒന്നും ചെയ്യില്ല. ഒറ്റ അടിയേ ഉള്ളൂ. അപ്പൊ ഞാൻ വീണ്ടും എഴുന്നേറ്റ് വന്നു. ഒറ്റ അടി അടിച്ചിട്ട് ഞാൻ വീണ്ടും വന്നു. എങ്ങനെയാണെങ്കിലോ? അപ്പൊ എന്റെ സ്കൂൾ വീണ്ടും അടിക്കും. അടിയുടെ ആളാണ്. ഇവിടെയോ? പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ആദ്യം പോലീസിൽ റിപ്പോർട്ട് ചെയ്യും. എന്നിട്ട് അങ്ങനെ പറയും. എന്നിട്ട് വീട്ടിൽ വന്ന് വീട്ടിൽ വന്നിട്ട് വീട്ടിൽ കയറ്റു എന്നെ? വീട്ടിൽ കയറ്റു? ഇല്ല, വീട്ടിൽ കയറ്റില്ല. പുറത്തെ കിടത്തു. എനിക്ക് ഇവിടെ കിടന്ന് ഉറങ്ങണമെങ്കിലോ? അത് സമ്മതിക്കത്തില്ല. ഒരു കാരണവശാലും സമ്മതിക്കില്ല. ഞാൻ ഇവിടെ ഷെഡിൽ കിടക്കട്ടോ? അത് സമ്മതിക്കത്തില്ല. ഷെഡിലും കിടക്കില്ല. കേട്ടിന്റെ അവിടെ? ഇല്ല. പുറത്ത് റോഡിലോ? സമ്മതിക്കത്തില്ല. റോഡിൽ പോലും കിടക്കാൻ സമ്മതിക്കില്ല. അവിടെയോ ചേച്ചി? ഫോൺ ചെയ്ത് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കും. എന്നിട്ട് ഡോർ അടച്ച് അകത്ത് നിൽക്കും. ഒരു കാരണവശാലും മിണ്ടില്ല. പിന്നെ അവിടെ കിടന്ന് നിലവിളിക്കോ? നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടുവോ? വിളിക്കാൻ പറ്റുന്നവരെയൊക്കെ മാക്സിമം പേരെ വിളിച്ചു കൂട്ടിയത് ഒരു ശല്യക്കാരൻ വന്നേക്കണേ, പിന്നെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടണേ എന്ന് പറഞ്ഞു നിലവിളിക്കും അല്ലേ? എന്തിനാ ഇവിടെ കയറി വന്നേ? എനിക്ക് ആവശ്യം ഉണ്ടായിട്ട്. കൊച്ചിന് എന്ത് കാര്യം? വെറുതെ വന്നതാ? ആവശ്യമില്ലേ? പിന്നെ ഈ വീട്ടിൽ വരാൻ എനിക്ക് പ്രത്യേകം ചോദിക്കണോ? അത് കാര്യം പറയണ. എന്താണ്? കാര്യമൊന്നും പറയാൻ പറ്റൂല ഇവിടെ. കാര്യം പറഞ്ഞാലേ മനസ്സിലാവും. അങ്ങനെ കാര്യം പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? കാര്യം പറഞ്ഞാലേ എന്താ കാര്യം പറയൂല. കാര്യമില്ലാതെ വന്നെങ്കിൽ പുറത്ത് നിൽക്കും. അങ്ങനെ പുറത്ത് നിൽക്കാൻ പറ്റൂല. എനിക്ക് അകത്ത് കയറി കിടക്കണം. എങ്കിൽ ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടാം. നാട്ടുകാരെ കൂടെ വിളിച്ചു കൂട്ടാനൊന്നും പറ്റൂല. നാട്ടുകാരെ വിളിച്ചു കൂട്ടാൻ പറ്റില്ല. ചിരിച്ചോണ്ടിരുന്നാലും പറ്റൂല. അപ്പൊ എന്താ പറയാ? നിന്നോ? ഗ്യാസ് പോയോ? തീർന്നോ? അപ്പൊ ശരി, ഇനി അടുത്തത് ഇവിടെ എന്തുണ്ട് പറയാ? എനിക്ക് ആളെ കൂട്ടി അടിക്കും. വെറുതെ വിടൂല. ആളെ കൂട്ടി അടി വരും. എന്നിട്ട് പിന്നെ പിടിച്ചു കെട്ടി പോലീസിനെ ഏൽപ്പിക്കും. വളരെ ഗംഭീരമായിട്ടൊക്കെ ആയിരുന്നു അല്ലേ നമ്മുടെ ചർച്ച? അല്ലേ? നന്നായിരുന്നില്ലേ? നിങ്ങൾ ഇത്രയും നേരം എന്താണ് ചർച്ച ചെയ്യുന്നറിയാവോ? ഇത് വാൽക്കണ്ണാടിയുടെ നുണത്തളം എന്ന സെഗ്മെന്റാണ്. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് ഒരു ചെറിയ സൗന്ദര്യ പിണക്കത്തിന് ശേഷം നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതായിരുന്നു. ഇങ്ങനെയാണോ വീട്ടില്? ഇങ്ങനെയാണോ? പിടിച്ചിട്ട് പോലീസിനെ ഇവിടെ എന്താ? ഇവിടെ ഉലക്കൊക്കെ അടിക്കുമെന്നാണ് പറഞ്ഞത്. ഇവിടെ അടിക്കും. ഒറ്റ അടിയെ അടിക്കൂ. അതിന് വീട് കിടന്ന് ഉറങ്ങിക്കൊള്ളണം. ഇവിടെ എന്താ പറഞ്ഞത്? പോലീസിനെ വിളിക്കും. അവിടെ ആദ്യം ഹസ്ബൻഡിനെ അറിയിക്കുമെന്ന്. അവിടെയാണെങ്കിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. നാട്ടുകാരൊക്കെ വിളിച്ചു കൂട്ടും. എൻ്റെ അടുത്തൊക്കെ ഭയങ്കരമായിട്ടൊക്കെ ഉടക്കി. സന്തോഷമായല്ലോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ നുണത്തളം ഗംഭീരമായിട്ട് ഇവിടെ സമാപിച്ചിരിക്കുകയാണ്.
അപ്പോൾ ഇന്നത്തെ സമ്മാനം ഗൾഫ് ഗോൾഡ് നൽകുന്ന ഇന്നത്തെ സമ്മാനം നമ്മുടെ പ്രിയപ്പെട്ട ശോഭ ചേച്ചിക്കാണ്.